പക്ഷേ മഹാകുംഭമേളയെ തകർക്കാൻ ചില ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ട് വരികയാണ്. വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഉത്തർപ്രദേശിലുള്ള ഒരു പ്രത്യേക ഫോഴ്സിനെ തന്നെ അതിനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അന്വേഷണ കമ്മീഷനെ കൂടി നിയമിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെയുള്ള ചില തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അട്ടിമറി ശ്രമം ആവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. 16,000-ഓളം മൊബൈൽ ഫോണുകളൊക്കെയാണ് പരിശോധിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഈ പറയുന്നത് പോലെ ഒരു വിധ്വംസക ശക്തികൾ ഇതിനെ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവോ? അതില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എവിടെയും വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുകയും ആ ആൾക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഈ വിധ്വംസക പ്രവർത്തകർ നുഴഞ്ഞു കയറി അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് വലിയ സ്റ്റാമ്പേഡ് എന്ന് വെച്ചാൽ ചവിട്ടി ആളുകളെ കൊല്ലുന്ന ഒരു സംഭവം വളരെ വ്യാപകമായിട്ട് നടക്കും. ആരും ചെയ്യുന്നതല്ലത്, പക്ഷേ അതങ്ങനെ എന്തോന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വിട്ടാൽ മതി. അതാണ് ഈ വിധ്വംസ ശക്തികൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്, വർഗീയതയുണ്ട്, എല്ലാ സാധനങ്ങളും കയറി വരും. ഇപ്പോൾ അമേരിക്കയിൽ ആ വിമാനാപകടം എന്ന് പറയുന്നത് പോലും അത് ആസൂത്രിതമായിട്ടുണ്ടാക്കിയ ഒരു തകരാറ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ട്രംപ് എടുക്കുന്ന നിലപാടുകൾ വളരെ തീവ്രമാണ്, അതിനെതിരെ ശത്രുക്കളുമുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ വലിയ പ്രശ്നമാണ് അവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ചില നീക്കങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു കാരണവശാലും താഴ്ന്ന് പറക്കാൻ പാടില്ലാത്ത ഒരു തലത്തിലേക്ക് ആ ജെറ്റ് വിമാനം താഴ്ന്നു പറക്കുകയും അതങ്ങനെ അപകടത്തിലേക്ക് എത്തുകയും ചെയ്തത് ഒരിക്കലും സംഭവിക്കാത്തതാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിച്ചൊരു കാര്യമാണത്. അപ്പം അതുകൊണ്ട് അവർ അതിനെ തട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുംഭമേളയിലെ കാര്യത്തിൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ശത്രുക്കൾ നിർമ്മിക്കുന്ന ഒരു ഭരണാധികാരിയാണ് പല രീതിയിലും. ഇപ്പോൾ ബുൾഡോസറൊക്കെ വെച്ച് അവിടെ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും അതേപോലെ തന്നെ മറ്റുമൊക്കെ അവർ താർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. കാരണം അത് അനധികൃതമാണ് എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ സമവായത്തിലൂടെ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിന് പകരം വെക്കുകയോ ചെയ്യുന്നൊരു സംവിധാനമല്ല അവിടെ ഉണ്ടായത്. പകരം ഇടിച്ചു പൊളിച്ച് കളയണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശത്രുതകളൊക്കെ വളരെ കൂടുതൽ വരാം. അതൊക്കെ വേണമെങ്കിൽ ഈ കുംഭമേളയിൽ പ്രതിഫലിച്ചേക്കാം എന്ന് ഭരണകൂടം കരുതുന്നുണ്ട്. നമുക്കും അത് സംഭവിക്കില്ല എന്ന് കരുതേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സൈക്കിക് ഫിയറിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഡീവിയേഷൻസ് ആണ്. ആ ഡീവിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മേലാൽ ഉണ്ടാകാതിരിക്കുന്നതിന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഛിദ്രശക്തികൾ ആരെയാലും അവരെ കണ്ടെത്തി അവരെ വേണ്ട രീതിയിൽ ശിക്ഷിക്കേണ്ടത് ആവശ്യമായി. ഈ ലോകത്ത് മൊത്തം വലിയ രീതിയിലുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, BBC തുടങ്ങിയ പലതരത്തിലുള്ള ചാനലുകൾ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഈ കുംഭമേളയെപ്പറ്റി പഠിക്കാൻ ഒരു എഡ്യൂക്കേഷണൽ സംഘത്തെ തന്നെ പിന്നെ ഇവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ അയച്ചിട്ടുണ്ട്. അതിൽ ഓക്സ്ഫോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോകത്തെ പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പം ഈ രീതിയിൽ കുംഭമേള തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ പ്രചാരണവും വളരെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എലോൺ മസ്ക്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ തുടങ്ങി ഈ കുത്തക ഭീമന്മാരായിട്ടുള്ള ആളുകളുടെ ഭാര്യമാരും അവരും പോലും ഈ കുംഭമേളയെ പ്രകീർത്തിക്കുകയും അതിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രചാരണം കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ലോകത്ത് പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു ലേബലിൽ പുറത്ത് അറിയപ്പെടുന്നതാണ്. ഇന്ത്യയിൽ ഒരു ഹിന്ദു ഭരണകൂടമാണ് ഉള്ളത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുംഭമേളയിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. രണ്ടാമത്തത് ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും അതൊരു വലിയ നേരത്തെ മാഷ് പറഞ്ഞ പൊളിറ്റിക്സ് ആക്കി ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അല്ലേ? അതുണ്ട്. പൊളിറ്റിക്സും അതേപോലെ തന്നെ വർഗീയതയും, രാഷ്ട്രീയം വർഗീയതയും അതിനകത്ത് ഉണ്ട്. അത് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം എങ്ങനെയാണ് ഒരു കാര്യത്തെ മിസ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള പലപ്പോഴും ഇത്തരം സംഘങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയവും വർഗീയതയും അത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്യൂസിങ് ആണ്. ശരിയായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് അവരുടെ താല്പര്യത്തിന് അതിനെ എങ്ങനെ വിനിയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തം ഒരു ഇന്ത്യക്കാരൻ്റെ ദുരന്തമായിട്ടോ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ദുരന്തമായിട്ടോ ഒക്കെ കാണുന്നതിന് പകരമായിട്ട് അത് ചില പ്രത്യേക
രാഷ്ട്രീയ പാർട്ടിയുടെയും ആ രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെയും വീഴ്ചകളായിട്ട് കാണുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. എതിരാളികൾ അതങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അതാണ് അതിൻ്റെ തകരാറ്. അങ്ങനത്തെ വ്യാഖ്യാനത്തിന് പകരമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിഷയമായിട്ട് എടുത്ത് അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദുഃഖവും നമ്മുടെ സങ്കടമായിട്ട് കണക്കാക്കി മേലാൽ അത് ഉണ്ടാകാതിരിക്കുന്നുള്ള സംവിധാനത്തിന് പോകുന്നതിന് പകരം അത് വിവാദങ്ങളിലേക്ക് പോവുകയും ആ വിവാദങ്ങളിലൂടെ പലതും നിർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ മസ്കും അതേപോലെ തന്നെ വിദേശത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ വ്യക്തികൾ ഇതിനകത്ത് ഇടപെടുന്നത് അവർക്ക് ഇതൊരു ഇവൻ്റാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതല്ലാണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിശ്വാസ പ്രശ്നമല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടുമല്ല കണക്കാക്കാം. അവരിതൊരു ഇവൻ്റായിട്ട് കാണാം. ആ ഇവൻറ്റിനെ എങ്ങനെയാണ് മൾട്ടിനാഷണൽസിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക, അത് അന്വേഷിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഓക്സ്ഫോർഡ് സർവകലാശാല അടക്കമുള്ള നിരവധി സർവകലാശാലകളിൽ നിന്ന് ആളുകൾ വരുന്നത്. കാരണം അങ്ങനെ വന്ന് ഇതിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്നത്. അതൊരു കളിയാണ്. പക്ഷേ കളി എന്ന നിലക്കല്ലല്ലോ അത് പിന്നീട് എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനൊരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യത മുഴുവൻ ഈ ബിസിനസ് സാധ്യതകളിലേക്ക് ഇഴുകിച്ചേർത്ത് അതിന് വലിയൊരു ഇവൻ്റാക്കി മാറ്റുന്നതിൻ്റെ ഫലമായിട്ടാണ് അതിന് തന്നെ വലിയ അമിതമായിട്ടുള്ള പ്രചാരണവും അതേപോലെ തന്നെ പ്രാമുഖ്യവും ഒക്കെ കിട്ടുന്നത്. നമുക്കറിയാം വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്ത് ചെയ്യണം, അവൻ്റെ കണ്ണുകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാറുകയാണ്. അതേപോലെയാണ് നമുക്ക് അറിയാം ഈ മതപരമായ കാര്യങ്ങളുമായിട്ട് ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ കണ്ണുകൾ തിരിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് കുംഭമേളയെ മാറ്റുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അങ്ങനെ മാറ്റിയാൽ അതവർക്ക് അതിന് മെച്ചമുണ്ട്. അപ്പോൾ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഉടക്കാക്കാൻ പറ്റുക എന്ന് നോക്കുക, അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് നോക്കി. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഈ വിഷയത്തെ ശരിയായ രീതിയിൽ സൊസൈറ്റി കാണുകയും അത് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്സർവേഷന് നിരീക്ഷണത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിനകത്ത് ഈ സാധ്യതകളൊന്നും നമുക്ക് തള്ളാനായിട്ട് പറ്റില്ല. അതെ, ഇതിലിപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ UP സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇത് ഒരു അപകടം തന്നെയാണോ, ഒരു വലിയ ആൾക്കൂട്ടം വന്ന് പെടുകയും അതിൽ പെട്ടെന്നൊരു അപകടം സംഭവിക്കുകയും 30-ഓളം ആളുകൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ദാരുണമായ സംഭവമാണ്. പക്ഷേ അത് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തൊരു അപകടം നടന്നു വന്നതിനേക്കാൾ ഏറെയായിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ ചടങ്ങിൽ ഒരു അപകടം നടന്നിരിക്കുന്നു, അതിനെ പറ്റി ആഹ്ലാദിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ടുവരുന്ന വേറൊരു വിഭാഗം. ഇത്തരത്തിൽ വിഭജനം വലിയ രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് വർത്തമാനകാല ഇന്ത്യയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇപ്പോൾ 16,000-ഓളം മൊബൈൽ ഫോണുകൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു. അതിൽ തന്നെ ഒരു വലിയ തോതിൽ ഒരു എമൗണ്ട് ഈ ഫോൺ നമ്പറുകളും സ്വിച്ച്ഡ് ഓഫാണ്. അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ നമ്പറുകൾ പലതും വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉടമയുടെ പേരിൽ എടുക്കുന്ന വ്യാജമായിട്ട് ID കാർഡ് കൊടുത്ത് എടുത്ത നമ്പറുകളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇത് അട്ടിമറിയാണ് എന്ന് സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഇങ്ങനെ വലിയ ഒരു മേള നടക്കുമ്പോൾ അവിടെ നമുക്കറിയാം പല ബോംബ് ചാവറുകൾ ഒരു ബോംബൊക്കെ കെട്ടിവെച്ച് വന്ന് ആൾക്കൂട്ടത്തിനിടക്ക് നിന്ന് പൊട്ടിത്തെറിക്കുന്നു, കുറേ അധികം ആളുകൾ ചത്തുപോകും. മനുഷ്യ ബോംബുകൾ. അതെ, മനുഷ്യ ബോംബ്. അതിനേക്കാൾ വളരെ എളുപ്പമാണിത്. അവിടെ അത്രയധികം ആളുകൾ മരിക്കുന്നതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള രീതിയിൽ ആളുകൾ സ്റ്റാമ്പേഡിൽപ്പെട്ട് മരിക്കാൻ സാധ്യതകളാണ് ഇതേപോലെയുള്ള വലിയ ജനക്കൂട്ടങ്ങളുടെ ഇടക്ക് ഒരാളൊന്നും മറിഞ്ഞു വീണാൽ മതി. അതിനിടയ്ക്കൊന്ന് മറിഞ്ഞു വീണാൽ മാത്രം മതി. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇതിനകത്ത് ഇടപെട്ടത് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ആണ് ഇത്തരം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കപ്പെടുക. എന്തെങ്കിലും കാര്യം ചെയ്താൽ മതിയില്ല, നീയൊന്ന് ആരെങ്കിലും കൈപിടിച്ച് വലിച്ച് താഴെയിടറ, നീയും കൂടി വീഴ്, അങ്ങനത്തെ ഒരു വീഴ്ചയും മുന്തും തള്ളും മാത്രം മതി ഈ വലിയ ജനക്കൂട്ടത്തിനിടക്ക് ആളുകൾ പരിഭ്രാന്തരാകാനും അവർ ഓടാൻ തുടങ്ങുകയും അങ്ങനെ ഓടുന്നതിൻ്റെ ഫലമായിട്ട് പലരും താഴെ വീണ് അവരുടെ മീഴത്തേക്ക് കൂടി മറ്റുള്ളവരൊക്കെ കൂടി അങ്ങനെ മരണം സംഭവിക്കുന്നു. 30-ലധികം മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ച മരണങ്ങളാണ്. അപ്പോൾ അവിടെ അത് ആരും തന്നെ ബോധപൂർവമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ പോലും വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡിങ് ഉണ്ടാകാം. ഇപ്പോൾ സർക്കാരിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കലാണ്. അന്വേഷിച്ചെങ്കിൽ മാത്രമാണ് അടുത്ത
വരുന്ന സമയത്ത് ഇത് ഇല്ലാതാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ശരിക്കും പോയി മൊബൈൽ ജാമർ പോലെയുള്ള സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ആ മേഖലയിൽ ചിലപ്പോൾ വെക്കേണ്ടതായിട്ട് വരും. ഇത്തരം ഇത് മറികടക്കാനായിട്ട് ഒരു വഴി, ഒരു ടെക്നിക്കലായിട്ട്. അതല്ലാണ്ടും അതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരുപാട് സാധ്യതകൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഗവേഷണം നടത്തി കണ്ടെത്താനായിട്ട് കഴിയും. കാരണം ഇത് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്താൽ മതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ തടുത്തേ പറ്റൂ. ഈ അന്വേഷണം അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും, ഈ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം അടുത്തോളം ഉണ്ടാക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം ആളുകളിങ്ങനെ കുംഭമേള നമ്മളിങ്ങനെ പറഞ്ഞ് വലിയ തരത്തിൽ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൽ ഇത്രയും ആളുകൾ മരിക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഒരാൾ പോലും മരിക്കുന്നത് ന്യായീകരിക്കപ്പെടുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ അന്വേഷണം നടത്തി ഒരാൾ പോലും ഇങ്ങനെയുള്ള വലിയ ആഘോഷം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുംഭമേള നടക്കുന്ന സമയത്ത് അബദ്ധത്തിൽ പോലും മരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടെടുക്കേണ്ടത് ആവശ്യം. ശരി.